ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. SSC MDS 2025 എക്സാം അടുത്തെത്തി കഴിഞ്ഞു. എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ റൗണ്ട് ഓഫ് പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെന്നറിയാം. നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ പ്രീവിയസ് ഇയേഴ്സിലുള്ള SSC MDS ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പാർലമെന്റ് ഈ 3 ടോപ്പിക്കിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ടോപ്പിക്സിലേക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ത്, പ്രൈം മിനിസ്റ്ററിന്റെ അപ്പോയിന്റ്മെന്റും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 75 എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 75 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 75 പറയുന്നതനുസരിച്ച് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ആർട്ടിക്കിൾ 75 ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 75 പറയുന്നത്. അല്ലാതെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ആർട്ടിക്കിൾ 75 മെൻഷൻ ചെയ്യുന്നില്ല. ആകെ കൂടി ആർട്ടിക്കിൾ 75 പറയുന്നത് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. കൺവെൻഷൻ അനുസരിച്ച്, അതായത് കീഴ്വഴക്കം അനുസരിച്ച് പ്രസിഡന്റ് ലോക്സഭയിൽ മെജോറിറ്റി ഉള്ള പാർട്ടിയുടെ ലീഡറിനെ ആയിരിക്കും. ലോക്സഭയിൽ ഏത് പാർട്ടിക്കാണോ മെജോറിറ്റി ഉള്ളത്, ലോക്സഭയിൽ ഏതൊരു പാർട്ടിക്കാണോ മെജോറിറ്റി ഉള്ളത്, ആ ഒരു പാർട്ടിയുടെ ലീഡറിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 75 പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇല്ല. കൺവെൻഷൻ അനുസരിച്ച്, കീഴ്വഴക്കം അനുസരിച്ച് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസിഡന്റ് ലോക്സഭയിൽ ഏത് പാർട്ടിക്കാണോ മെജോറിറ്റി ഉള്ളത്, ആ പാർട്ടിയുടെ ലീഡറിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അതാണ് കൺവെൻഷൻ ഓർ കീഴ്വഴക്കം എന്ന് പറയുന്നത്. ആൻഡ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മറ്റാരെയൊക്കെ മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രസിഡന്റിനോട് റെഫർ ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്നവരെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പ്രസിഡന്റിന് മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ആർട്ടിക്കിൾ 75 പറയുന്നതനുസരിച്ച് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആൻഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് കൺവെൻഷൻ അനുസരിച്ച് ലോക്സഭയിൽ ഏത് പാർട്ടിക്കാണോ മെജോറിറ്റി ഉള്ളത്, ആ പാർട്ടിയുടെ ലീഡറിനെ ആയിരിക്കും. ആൻഡ് ആ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആരെയൊക്കെ മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രസിഡന്റിനെ എന്ത് ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ പറയുന്നവരെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പ്രസിഡന്റിന് മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, പ്രൈം മിനിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണത് ആർട്ടിക്കിൾ 78 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 78 എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ, കേന്ദ്ര മന്ത്രിസഭയുടെ എല്ലാ ഡിസിഷൻസും പ്രസിഡന്റിനെ അറിയിക്കുക എന്നുള്ളത് പ്രൈം മിനിസ്റ്ററിന്റെ ഡ്യൂട്ടി ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 78. ആർട്ടിക്കിൾ 78 പറയുന്നതനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ, കേന്ദ്ര മന്ത്രിസഭയുടെ എല്ലാ ഡിസിഷൻസും, എല്ലാ തീരുമാനങ്ങളും പ്രസിഡന്റിനെ അറിയിക്കുക എന്നുള്ളത് പ്രൈം മിനിസ്റ്ററിന്റെ ഡ്യൂട്ടി ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 78 എന്ന് പറയുന്നത്. ഇനി പ്രൈം മിനിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ചില ഫാക്ടുകൾ നോക്കുകയാണെങ്കിൽ, ഒരാളെ പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ ഒന്നെങ്കിൽ ലോക്സഭയിലെ മെമ്പർ ആയിരിക്കണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ രാജ്യസഭയിലെ മെമ്പർ ആയിരിക്കണം. ലോക്സഭയിലെയോ രാജ്യസഭയിലെയോ മെമ്പറിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പ്രൈം മിനിസ്റ്റർ ആകാനായിട്ട് സാധിക്കൂ. ഒരാൾക്ക് പ്രൈം മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ അയാൾ ഒന്നെങ്കിൽ ലോക്സഭയിലെ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, രാജ്യസഭയിലെ മെമ്പർ ആയിരിക്കണം. പക്ഷേ ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ അല്ലാത്ത ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. ഒരാൾക്ക് പ്രൈം മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ അയാൾ ഒന്നെങ്കിൽ ലോക്സഭയിലെ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ രാജ്യസഭയിലെ മെമ്പർ ആയിരിക്കണം. പക്ഷേ ഒരാൾ ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ അല്ലെങ്കിൽ പോലും പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, അയാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും.
പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വിത്തിൻ 6 months, അതായത് 6 മാസത്തിനുള്ളിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അയാൾ ഏതെങ്കിലും ഒരു ഹൗസിലെ ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ ആകണം. അങ്ങനെ മെമ്പർ ആകാൻ സാധിച്ചില്ലെങ്കിൽ അയാളെ എന്ത് ചെയ്യും, പ്രൈം മിനിസ്റ്ററിന്റെ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഒരാൾക്ക് പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അയാൾ ഒന്നെങ്കിൽ ലോക്സഭയിലെ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ രാജ്യസഭയിലെ മെമ്പർ ആയിരിക്കണം. രണ്ട് ഹൗസിലെ മെമ്പർ അല്ലാത്ത ഒരാളെ വേണമെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തി അടുത്ത 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഹൗസിലെ ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ മെമ്പർ ആയിരിക്കണം. അങ്ങനെ ആകാത്ത പക്ഷം അയാളെ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൈം മിനിസ്റ്ററിന്റെ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈം മിനിസ്റ്ററിന്റെ പവേഴ്സും ഫംഗ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈം മിനിസ്റ്ററിന്റെ പവേഴ്സിലും ഫംഗ്ഷൻസിലും ഫേസ്റ്റ് വൺ ആണെന്ത്, റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിന്റെ റിയൽ ഹെഡ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയിലെ യൂണിയൻ ലെവലിലുള്ള അല്ലെങ്കിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇത്രയും പേരടങ്ങുന്നതാണ് എന്ത്, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഈ ഒരു യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ റിയൽ ഹെഡ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ റിയൽ ഹെഡ് എന്ന് പറയുന്ന ആരാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. അതേസമയം പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ നോമിനൽ ഹെഡ് മാത്രമാണ്. പ്രൈം മിനിസ്റ്റർ ആണ് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ റിയൽ ഹെഡ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് എന്ന് പറയുന്ന ആര് മാത്രമാണ്, നോമിനൽ ഹെഡ് മാത്രമാണ്. എക്സിക്യൂട്ടീവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പേരടങ്ങുന്നതാണെന്ത്, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും പേരടങ്ങുന്ന യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ റിയൽ ഹെഡ് എന്ന് പറയുന്ന ആരാണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ലോക്സഭയിലെ മെജോറിറ്റി പാർട്ടിയുടെ ലീഡർമാര് തന്നെയായിരിക്കും, പ്രൈം മിനിസ്റ്റർ തന്നെയായിരിക്കും. ലോക്സഭയിൽ ഏത് പാർട്ടിക്കാണോ മെജോറിറ്റി കിട്ടുന്നത് ആ പാർട്ടി ആയിരിക്കും ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ആ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും എന്ത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. സോ ലോക്സഭയിലെ മെജോറിറ്റി പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നതും ആര് തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ചീഫ് അഡ്വൈസർ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുന്ന ചീഫ് അഡ്വൈസർ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. കേന്ദ്ര മന്ത്രിസഭയുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും പ്രസിഡന്റിന്റെയും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതായത് പ്രസിഡന്റിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനോട് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് പ്രൈം മിനിസ്റ്റർ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അവരുടെ ഡിസിഷൻസ് പ്രസിഡന്റിനെ അറിയിക്കുന്നതും പ്രൈം മിനിസ്റ്റർ വഴിയായിരിക്കും. സോ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിഡന്റിന്റെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എല്ലാ ഡിസിഷൻസും പ്രസിഡന്റിനെ അറിയിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രസിഡന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനോട് റെഫർ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാനുണ്ടെങ്കിൽ അതും ചെയ്യുന്നത് ആരായിരിക്കും, ത്രൂ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇതാണ് പ്രൈം മിനിസ്റ്ററിന്റെ കീ ഫങ്ഷൻസും അതുപോലെ തന്നെ പവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കീ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെർവ് ചെയ്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ, ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ആരാണ് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 2 ടേമിലായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടേംസിലായിട്ട് ഏതാണ്ട് 15 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ലോങ്സ്റ്റ് പ്രൈം മിനിസ്റ്റർഷിപ്പ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നതും ജവഹർലാൽ നെഹ്റു ആണ്.
ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്ററായിട്ട് ആക്ട് ചെയ്തതും ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്ററായിട്ട് കണ്ടിന്യൂസ്ലി സെർവ് ചെയ്തതും ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. 2025 എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഏറ്റവും കാലം തുടർച്ചയായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തതും ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ബട്ട് 2025 എന്ത് ചെയ്തു, നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയെ ഓവർടേക്ക് ചെയ്തു. ഇപ്പോ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ആൻഡ് യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള ഏറ്റവും യങ്ങസ്റ്റ് പി എം, പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. ആൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കോൺഗ്രസിന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മെമ്പേഴ്സ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതിനു മുന്നേ വരെ കോൺഗ്രസ് മെമ്പേഴ്സ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇൻക്ലൂഡിങ് ജവഹർലാൽ നെഹ്റു. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ, കോൺഗ്രസിൽ നിന്നല്ലാതെയുള്ള പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആണ്. ആൻഡ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് PV നരസിംഹറാവു ആണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകുന്നത് PV നരസിംഹറാവു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയിൽ നിന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. കുറച്ചു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, പ്രൈം മിനിസ്റ്റർ ലോക്സഭയിൽ നിന്നും ആകാം രാജ്യസഭയിൽ നിന്നും ആകാം. ലോക്സഭാ മെമ്പറിനും പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റും, രാജ്യസഭാ മെമ്പറിനും പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ രാജ്യസഭയിൽ നിന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയ ആദ്യത്തെ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. സോ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ രാജ്യസഭാ മെമ്പർ ആയിരുന്നു. രാജ്യസഭാ മെമ്പേഴ്സിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകുന്നത് മൻമോഹൻ സിംഗ് ആണ്. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 75 അനുസരിച്ച് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാണോ ലോക്സഭയിൽ മെജോറിറ്റി ഉള്ളത് ആ പാർട്ടിയുടെ ലീഡറിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സപ്പോസ് ഒരു പാർട്ടിക്കും ലോക്സഭയിൽ ക്ലിയർ മെജോറിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് പ്രസിഡന്റിന് ഇഷ്ടമുള്ള ആളെ എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. ഒരു പാർട്ടിക്കും ലോക്സഭയിൽ ക്ലിയർ മെജോറിറ്റി, അതായത് 272 സീറ്റ്സ് 272 സീറ്റ്സിൽ കൂടുതൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റിന് തോന്നുന്ന ഒരാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അങ്ങനെ പ്രസിഡന്റ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്ത് ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആണ് ചരൺ സിംഗ് എന്ന് പറയുന്നത്. 1979 മൊറാർജി ദേശായി ഗവൺമെന്റ് താഴെ പോയതിനു ശേഷം ഒരു പാർട്ടിക്കും ലോക്സഭയിൽ ക്ലിയർ മെജോറിറ്റി ഇല്ലായിരുന്നു. ആ ഒരു സമയം എന്ത് ചെയ്തു, പ്രസിഡന്റ് തന്റെ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ചരൺ സിംഗിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ബട്ട് ഒരു പാർട്ടിക്കും ക്ലിയർ മെജോറിറ്റി ഇല്ലാത്ത സിറ്റുവേഷനിൽ പ്രസിഡന്റ് ഒരാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു മാസത്തിനുള്ളിൽ ലോക്സഭയിൽ എന്ത് ചെയ്യണം, തന്റെ മെജോറിറ്റി പ്രൂവ് ചെയ്യണം. അതായത് തന്റെ സപ്പോർട്ട്, തനിക്ക് ബേസിക്സ് അല്ലെങ്കിൽ തനിക്ക് ആവശ്യമുള്ള 272 എന്നുള്ള നമ്പർ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ടെന്ന് എന്ത് ചെയ്യണം, അദ്ദേഹം ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. ഒരു പാർട്ടിക്കും ലോക്സഭയിൽ ക്ലിയർ മെജോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ഒരാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും.
പക്ഷേ അങ്ങനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത്, ഒരു മാസത്തിനുള്ളിൽ ആ വ്യക്തി എന്ത് ചെയ്യണം, ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ മെജോറിറ്റി പ്രൂവ് ചെയ്യണം. അതായത് 272 സീറ്റ്സ് അല്ലെങ്കിൽ 272 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ടെന്ന് എന്ത് ചെയ്യണം, അദ്ദേഹം ലോക്സഭയുടെ ഫ്ലോറിൽ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ടൈം പ്രസിഡന്റ് തന്റെ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്ത് അപ്പോയിന്റ് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആണെന്ത്, ചരൺ സിംഗ് എന്ന് പറയുന്നത്. 1979 എന്ത് ചെയ്യുന്നത്, ചരൺ സിംഗിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 74 പറയുന്നതനുസരിച്ച് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ഹെഡ്. പ്രൈം മിനിസ്റ്റർ ഹെഡായിട്ടുള്ള ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കണം പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 74. ആർട്ടിക്കിൾ 74 പറയുന്നതനുസരിച്ച് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 74 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 74 പറയുന്നതനുസരിച്ച് ഇങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 74 പറയുന്നതനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വ്യക്തത ഇല്ലായിരുന്നു. ആർട്ടിക്കിൾ 74 ഇത്ര മാത്രം, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 74 ഇത്ര മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പക്ഷേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ്, ഉപദേശം പ്രസിഡന്റിന്റെ മുകളിൽ ബാധകമാണോ അല്ലയോ എന്നുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ്, ഉപദേശം പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണ്, ബാധകമാണ് എന്ന് പറയുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ്. 1976 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എന്ത് ചെയ്യുന്നത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണ് എന്ന് എഴുതി ചേർക്കുന്നത്. സോ അഡ്വൈസ് ഈസ് ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന് കൊടുക്കുന്ന ഉപദേശം എന്താണോ ആ ഒരു ഉപദേശം പ്രസിഡന്റ് അനുസരിക്കണം എന്ന് പറയുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ്. ആൻഡ് ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് കൊടുക്കുന്ന അഡ്വൈസ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റ് അനുസരിക്കണം എന്നുള്ള ഈ പ്രൊവിഷൻ എന്താണ്, കുറച്ച് കുറച്ച് ഹാഷാന്നുള്ള ഒരു ഫീലിംഗ് എന്ത് ചെയ്തു, പിന്നീട് വന്ന ഗവൺമെന്റിന് തോന്നി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പിന്നീട് വന്ന ഗവൺമെന്റ് ഒരു അമെൻമെന്റ് കൂടി പാസ്സാക്കി. ദാറ്റ് ഈസ് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു കാര്യം കൂടി എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 74 ആഡ് ചെയ്തു. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാൽ ഒരു തവണ എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന് അത് തിരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അവരുടെ അഡ്വൈസ് ഒന്നും കൂടി റീകൺസിഡർ ചെയ്യണം എന്ന് പറയാനായിട്ട് പ്രസിഡന്റിന് സാധിക്കും. പക്ഷെ പിന്നെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അതേ അഡ്വൈസ് തന്നെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് എന്ത് ചെയ്തേ പറ്റൂ, അനുസരിച്ചേ പറ്റുള്ളൂ. ആർട്ടിക്കിൾ 74 പറയുന്നതനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. അതിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരായിരിക്കും, ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബാധകമാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആ അഡ്വൈസ് അനുസരിച്ചേ പറ്റൂ എന്ന് പറയുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ്. എന്നാൽ ഇങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന ഉപദേശം എന്തെങ്കിലും കുഴപ്പമുള്ളതാണ് എന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഉപദേശത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ട് എന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാൽ ഒരു തവണ അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചു വിടാം എന്ന് എഴുതി ചേർത്ത അമെൻമെന്റ് ആണ് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. അതായത് ദ പ്രസിഡന്റ് ക്യാൻ റിട്ടേൺ ദി അഡ്വൈസ്, ദ പ്രസിഡന്റ് ക്യാൻ റിട്ടേൺ ദി അഡ്വൈസ് for the reconsideration of the president. The president can return the advice for reconsideration.
the president can return the advice for reconsideration of the council of ministers. ഇത് എഴുതി ചേർക്കുന്നത് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 പ്രകാരമാണ്. ആൻഡ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള മറ്റ് മിനിസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള മിനിസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ആൻഡ് പ്രസിഡന്റ് അവരെ അപ്പോയിന്റ് ചെയ്ത് പ്രൈം മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മിനിസ്റ്റേഴ്സിനെ എല്ലാം തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. പക്ഷെ ആരെയാണ് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്, പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ആൻഡ് ഈ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ അവരുടെ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ പ്ലഷറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് പ്രസിഡന്റിന്റെ പ്ലഷറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ അവരുടെ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അടുത്തതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന എല്ലാ ഡിസിഷൻസിനും അവര് ലോക്സഭയോട് എന്താണ്? ആൻസറബിൾ ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ഡിസിഷൻസ് എടുത്താലും അവരെന്ത് ചെയ്യണം? അതിനുള്ള എക്സ്പ്ലനേഷൻ ലോക്സഭയ്ക്ക് കൊടുത്തിരിക്കണം. ബിക്കോസ് ലോക്സഭയാണെന്ത് ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ലോക്സഭയിലുള്ള മിനിസ്റ്റേഴ്സും കാണും, രാജ്യസഭയിലുള്ള മിനിസ്റ്റേഴ്സും കാണും. പക്ഷേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻസർ പറയേണ്ടത് ലോക്സഭയോടാണ്. കാരണം ലോക്സഭയിൽ മെജോറിറ്റി കിട്ടിയ പാർട്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ഗവൺമെന്റ് പാർട്ടാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ഡിസിഷൻസ് എടുത്താലും അവരെന്ത് ചെയ്യണം? അത് ലോക്സഭയോട് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ലോക്സഭയോട് എന്താണ്? അവർ ആൻസറബിൾ ആണ്. അതുപോലെ തന്നെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ, ലോക്സഭയിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ, അതായത് അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്ന അവിശ്വാസ പ്രമേയമാണ്. ലോക്സഭയിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ, അതായത് അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? റിസൈൻ ചെയ്യണം. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മുഴുവനായും എന്ത് ചെയ്യേണ്ടി വരും? രാജിവെക്കേണ്ടി വരും. നെക്സ്റ്റ് ഈസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കോമ്പോസിഷൻ. അടുത്തത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കോമ്പോസിഷൻ ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ കേന്ദ്ര മന്ത്രിസഭയിൽ മാക്സിമം എത്ര മന്ത്രിമാർ വരെയാകാം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലോക്സഭയുടെ 15% കൂടാൻ പാടില്ല. ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ, ലോക്സഭയുടെ ഇപ്പോഴത്തെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്, 543 ആണ് ഇപ്പോൾ ഉള്ള ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് ആയിട്ടുള്ള 543യുടെ 15% കൂടാൻ പാടില്ല. ദാറ്റ് ഈസ് 15/100 ഇൻറ്റു 543. ഇത് എത്രയാണോ അത്രയായിരിക്കും എന്ത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഒരു നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 15% കൂടാൻ പാടില്ല കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്നുള്ളൊരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. ഇത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2003, 2003 91ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുന്ന ഒരു ക്യാപ്പ് കൊണ്ടുവന്നത്. അതിനു മുമ്പ് വരെ 2003ക്ക് മുന്നേ വരെ എത്ര പേരെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ 2003ൽ എന്ത് ചെയ്തു? 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പാസ്സാക്കി. അത് പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മിനിസ്റ്റേഴ്സിന്റെ എണ്ണത്തിന് എന്ത് ചെയ്തു? ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തു. എത്രയാണ് ആ ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 15% കൂടാൻ പാടില്ല ടോട്ടൽ മിനിസ്റ്റേഴ്സിന്റെ എണ്ണം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ടോട്ടൽ മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്ത് ചെയ്തു? 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2003 എഴുതി ചേർത്തു. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ 3 ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും? കാണാനായിട്ട് സാധിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നമുക്ക് 3 കാറ്റഗറി ഓഫ് മിനിസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കും. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഉണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ 3 കാറ്റഗറി ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണെന്ത്? ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ആരാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ടല്ലോ, ഹോം, ഡിഫൻസ്, ഫൈനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ്, ആ മിനിസ്ട്രീസ് ഹെഡ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ആരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ്,
ഹോം, ഡിഫൻസ്, ഫൈനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററും കൂടെ ചേരുന്നതാണ് എന്ത് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുക്കുന്നത് ഈ ഒരു ക്യാബിനറ്റ് ആയിരിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ക്യാബിനറ്റ് ആയിരിക്കും. ക്യാബിനറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുക്കുന്നത്. ക്യാബിനറ്റ് എന്ത് ഡിസിഷൻസ് എടുക്കുന്നോ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ബാക്കി മെമ്പേഴ്സിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് എന്ത് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര സഹമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സഹമന്ത്രിയാണ്. ഇനി മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോർമൽ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പോലെ തന്നെ അവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മിനിസ്ട്രി കാണും. ആ ഒരു മിനിസ്ട്രിയുടെ കംപ്ലീറ്റ് കൺട്രോൾ ഈ ഒരു മിനിസ്റ്ററിന്റെ കയ്യിലായിരിക്കും. മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് നോർമൽ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റും വേറൊന്ന് ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റും. ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റിന് ഏത് മിനിസ്ട്രിയുടെ ചാർജ് ആണോ അവർക്കുള്ളത് ആ മിനിസ്ട്രിയുടെ കംപ്ലീറ്റ് കൺട്രോളും ഉണ്ടായിരിക്കും. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പോലെ തന്നെ ആ ഒരു മിനിസ്ട്രിയുടെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഈ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും. അവരായിരിക്കും എന്ത് ആ ഒരു മിനിസ്ട്രിയുടെ ടോപ്പ് മോസ്റ്റ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. അതേസമയം നോർമൽ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ സുരേഷ് ഗോപിയുടെ കേസ് എടുക്കുക. സുരേഷ് ഗോപി എന്ന് പറയുന്നത് എന്താണ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. പെട്രോളിയത്തിന്റെയും ടൂറിസത്തിന്റെയും മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഇൻഡിപെൻഡന്റ് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പെട്രോളിയം മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററിനെയും ടൂറിസം മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ത് ചെയ്യുക അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് നോർമൽ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ആണെന്ത് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. അവരെ ഏത് ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ അല്ലെങ്കിൽ ഏത് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റിന്റെ അണ്ടറിലാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അവരെ എന്ത് ചെയ്യുക അസിസ്റ്റ് ചെയ്യുക. അതാണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കും. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സിനെയാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു മിനിസ്ട്രിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു മിനിസ്റ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ആണ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്. മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റിന് രണ്ട് കാറ്റഗറി ഉണ്ട്. ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ളവരും ഇൻഡിപെൻഡന്റ് ചാർജ് ഇല്ലാത്തവരും. ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആണെങ്കിൽ അവരുടെ അണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ ഇൻചാർജിൽ ഏത് മിനിസ്ട്രി ആണോ ഉള്ളത് ആ മിനിസ്ട്രിയുടെ എല്ലാ ഡിസിഷൻസും അവരായിരിക്കും എടുക്കുന്നത്. എന്നാൽ നോർമൽ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേ ഒരു ഡ്യൂട്ടി ഉള്ളൂ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക അസിസ്റ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് മിനിസ്റ്റേഴ്സ് ആണെന്ത് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റിനെയും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പാർലമെന്റ്. അടുത്ത ടോപ്പിക് ആണ് പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റ് എന്ന് പറയുന്നത് യൂണിയൻ ലെവലിലുള്ള അല്ലെങ്കിൽ സെൻട്രൽ ലെവലിലുള്ള ലെജിസ്ലേച്ചർ ആണെന്ത് പാർലമെന്റ് എന്ന് പറയുന്നത്. യൂണിയൻ ലെവലിലെ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ലോ മേക്കിംഗ് ബോഡിയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ കോമ്പോസിഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 79. പാർലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 79 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 79 എന്ന് പറയുന്നത് പാർലമെന്റിന്റെ കോമ്പോസിഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 79 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 79 പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ പാർലമെന്റിന് 3 കോൺസ്റ്റിറ്റ്യൂന്റ് മെമ്പേഴ്സ് ആണത്. ഇന്ത്യയുടെ പാർലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 കോൺസ്റ്റിറ്റ്യൂന്റ് മെമ്പേഴ്സ് കാണും. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ. ഇവർ മൂന്ന് പേരും ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 79. ആർട്ടിക്കിൾ 79 പറയുന്നതനുസരിച്ച് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ ഇവർ 3 പേരും ചേരുന്നതാണെന്ത് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ലോക്സഭ, രാജ്യസഭ ആൻഡ് ദ പ്രസിഡന്റ്. ആൻഡ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നതാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. എന്താണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചറിന് അതായത് ലോ മേക്കിംഗ് ബോഡിക്ക് 2 ഹൗസസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെജിസ്ലേച്ചറിനെ വിളിക്കുന്ന പേരാണെന്ത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ.
പാർലമെന്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ പാർലമെന്റ് 2 ഹൗസ് ഉണ്ട്, ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും. ലെജിസ്ലേച്ചറിന് 2 ഹൗസ് ഉണ്ടെങ്കിൽ അത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. പാർലമെന്റ് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട്. സോ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. ആൻഡ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രസിഡന്റ് ഉണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോക്സഭ. ലോക്സഭയെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. ലോക്സഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റ് ലോവർ ഹൗസ് എന്ന് പറയുന്ന ഏതാണ്? ലോക്സഭയാണ്. ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് ലോവർ ഹൗസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ. ലോക്സഭയുടെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 552 മെമ്പേഴ്സ് ആണ്. ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 552 മെമ്പേഴ്സ് ആണ്. ഈ 552 മെമ്പേഴ്സിൽ 530 മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിൽ നിന്നായിരിക്കും വരുന്നത്. ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സിൽ നിന്നായിരിക്കും ഈ 530 മെമ്പേഴ്സ് വരുന്നത്. ഇനി 20 മെമ്പേഴ്സ് വരുന്നത് ഇന്ത്യയുടെ 8 UTസിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ 2 മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രസിഡന്റിന് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രസിഡന്റിന് ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷൻ കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 പേരെ എന്ത് ചെയ്യാൻ സാധിക്കും? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിലവിലില്ല. കാരണം ഈ ഒരു പ്രൊവിഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പ്രസിഡന്റിന് ലോക്സഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് റിമൂവ് ചെയ്തു ബൈ ദി 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2019. 2019 104th 104ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? ഈ ഒരു പ്രൊവിഷൻ പ്രസിഡന്റിന് 2 ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് എടുത്തു കളഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞു ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 552 ആണ്. അതിൽ 530 മെമ്പേഴ്സ് സ്റ്റേറ്റ്സിൽ നിന്നും 20 മെമ്പേഴ്സ് UTസിൽ നിന്നും 2 മെമ്പേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആയിരിക്കും. ഇതിൽ 2 മെമ്പേഴ്സിനെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള 2 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ എന്ത് ചെയ്തു? 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം എടുത്തു കളഞ്ഞു. സോ ഇപ്പോൾ രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 550 ആയിരിക്കും. ഇപ്പോൾ രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണ്. കാരണം 2 മെമ്പേഴ്സിനെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. സോ ഇപ്പോൾ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണ്. പക്ഷേ കറന്റ്ലി ലോക്സഭയുടെ നിലവിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്. ഇപ്പോൾ ലോക്സഭയുടെ നിലവിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്. ഈ 543ല് 530 മെമ്പേഴ്സ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ടോട്ടൽ സ്ട്രെങ്ത് ആയിട്ടുള്ള 550ല് 530 സ്റ്റേറ്റ്സിൽ നിന്ന് വരണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ UTസിൽ നിന്ന് 20 മെമ്പേഴ്സ് ആണ് ലോക്സഭയിലേക്ക് വരേണ്ടത്. പക്ഷെ നിലവിൽ യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് ഇന്ത്യയുടെ 8 യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് വെറും 13 മെമ്പേഴ്സ് മാത്രമേ ലോക്സഭയിലേക്കുള്ളൂ. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലേക്കുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ UTസിനും എത്ര ലോക്സഭാ സീറ്റ്സ് ഉണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ആ ഒരു UTയിലെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ചില യൂണിയൻ ടെറിട്ടറീസിന് പോപ്പുലേഷൻ എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല? അവർക്ക് ലോക്സഭാ സീറ്റ്സ് അതായത് ഫിക്സ് ചെയ്തിട്ടുള്ള ലോക്സഭാ സീറ്റ്സ് അവർക്ക് അലോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? UTസിൽ നിന്ന് ഈ ഒരു കുറവ് വരുന്നത്. മാക്സിമം സ്ട്രെങ്ത് ആയിട്ടുള്ള ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് ആയിട്ടുള്ള 550 ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നിലവിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില യൂണിയൻ ടെറിട്ടറീസിന് പോപ്പുലേഷൻ വളരെ കുറവാണ്. സോ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? ലോക്സഭാ സീറ്റ്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 7ന്റെ ഷോർട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ലോക്സഭയുടെ ചില കീ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ലോക്സഭയുടെ ഡ്യൂറേഷൻ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. എന്നാണോ ഇലക്ട് ചെയ്യപ്പെടുന്നത് അന്ന് മുതൽ 5 വർഷം വരെയാണ് ലോക്സഭയുടെ കാലാവധി. അതിനു മുന്നേ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ലോക്സഭ പിരിച്ചു വിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 വർഷമായിരിക്കും എന്ത്? നോർമൽ സിറ്റുവേഷനിൽ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത്. നോർമൽ കേസസിൽ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. എന്നാൽ
ലോക്സഭ എന്ത് ചെയ്യാൻ സാധിക്കും? നേരത്തെ ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു പാർട്ടിക്കും ക്ലിയർ മെജോറിറ്റി കിട്ടിയിട്ടില്ല, ഒരു പാർട്ടിക്കും ഗവൺമെന്റ് ഫോം ചെയ്യാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ലോക്സഭ എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസോൾവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നോർമൽ സിറ്റുവേഷൻസിൽ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നതാണ് 5 വർഷമാണ്. ഇനി ലോക്സഭയിലേക്ക് ഒരു മെമ്പറായിട്ട് ഇലക്ട് ചെയ്യപ്പെടണമെങ്കിൽ, അതായത് ഒരു ലോക്സഭ MP ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 25 വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം. സോ മിനിമം 25 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ലോക്സഭ MP ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടാനായിട്ട് സാധിക്കൂ. ഇനി ലോക്സഭയിലെ മെമ്പേഴ്സിന്റെ, അതായത് ഇന്ത്യയിൽ 543 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് MPസിനെ ഇലക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് ഇലക്ഷൻ ബൈ ദ പീപ്പിൾ. ജനങ്ങൾ നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോക്സഭയിലേക്കുള്ള മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് 18 വയസ്സ് കഴിയുകയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളതുമായിട്ടുള്ള ജനങ്ങൾ നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? 543 ലോക്സഭാ MPസിനെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഇലക്ട് ചെയ്യുന്നത്. ഇനി ലോക്സഭയുടെ കേസ് എടുക്കുമ്പോൾ ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ, അതായത് ലോക്സഭയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ ആയിരിക്കും. ലോക്സഭ സ്പീക്കർ ആയിരിക്കും ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഓർ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ലോക്സഭാ മെമ്പേഴ്സിന്റെ, അതായത് ഈ 543 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് 543 MPസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട് ചെയ്യുന്നുണ്ട്. ഈ 543 MPസിലുള്ള ഒരാളെ എന്ത് ചെയ്യും? അവരിൽ നിന്ന് തന്നെ അവർ ഇലക്ട് ചെയ്യും. അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ, അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ ആണ്. ആൻഡ് ഈ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്ന ആര് തന്നെയായിരിക്കും? ലോക്സഭയിലുള്ള ഒരു മെമ്പർ തന്നെയായിരിക്കും ലോക്സഭാ സ്പീക്കർ ആയിട്ട് വരുന്നത്. ആൻഡ് ഇലക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ലോക്സഭയുടെ സ്പീക്കറിനെ ഇലക്ട് ചെയ്യുന്നത്. ഇനി രാജ്യസഭയായിട്ട് നോക്കുമ്പോൾ ലോക്സഭയുടെ സ്പെഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണ്? രാജ്യസഭയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോക്സഭയ്ക്ക് ചില സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യൽ പവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണി ബിൽസ് ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ആർട്ടിക്കിൾ 109 109 പറയുന്നതനുസരിച്ച് മണി ബിൽസ് ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. എന്താണ് മണി ബിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 110 ഡിഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ 110 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബിൽസിനെയാണ് എന്ത് ചെയ്യുന്നത്? മണി ബിൽസ് എന്ന് പറയുന്നത്. നോർമലി ടാക്സേഷനും അതുപോലെ തന്നെ ബാക്കി ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളും ആർട്ടിക്കിൾ 110 എന്തൊക്കെയാണോ മണി ബിൽസിന്റെ കാറ്റഗറിയിൽ വരുന്നത് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബിൽസിനെയാണ് എന്ത് ചെയ്യുന്നത്? മണി ബിൽസ് എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 110 ആണ് എന്ത് ചെയ്യുന്നത്? മണി ബിൽസിന്റെ ഡെഫിനിഷൻ തരുന്നത്. ആർട്ടിക്കിൾ 110 പ്രകാരം എന്താണോ മണി ബിൽസിന്റെ ഡെഫിനിഷൻ, ആ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. ഈ മണി ബിൽസ് ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ മണി ബിൽസിൽ ലോക്സഭയ്ക്കാണ് എന്ത് ചെയ്യുള്ളത്? കൂടുതൽ പവർ ഉള്ളത്. അതായത് രാജ്യസഭ എടുത്തു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് ഈ ഒരു മണി ബില്ല് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ രാജ്യസഭ cannot reject എ മണി ബിൽ. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? മണി ബില്ല് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. രാജ്യസഭ cannot reject എ മണി ബിൽ. രാജ്യസഭയ്ക്ക് മണി ബിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ ഒരു മണി ബില്ലിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. cannot introduce any changes. cannot introduce any changes to the money bill. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? മണി ബിൽസിൽ ഒരു ചേഞ്ചും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. രാജ്യസഭയ്ക്ക് മണി ബിൽസിന്റെ കേസിൽ പവർ കുറവാണ്. കാരണം രാജ്യസഭയ്ക്ക് മണി ബിൽസ് റിജക്ട് ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ ഒരു മണി ബിൽസിനകത്ത് ചേഞ്ചസ് വരുത്താനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മണി ബിൽസിന്റെ കേസിൽ ലോക്സഭയ്ക്കാണ് എന്തുള്ളത്? കൂടുതൽ പവേഴ്സ് ഉള്ളത്. എന്താണ് മണി ബില്ല്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽസ് എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് റിവിഷൻ ആയതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാനുള്ള ടൈം ഇല്ല.
ക്ലാസ്സസിനകത്ത് ഇത് ഫുള്ളി അവൈലബിൾ ആയിരിക്കും. പാർലമെന്റിനെ കുറിച്ചുള്ള എൻ്റെ ടോപ്പിക്കും നമ്മൾ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുള്ളത്. പക്ഷേ ഇപ്പൊ നമുക്ക് റിവിഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനുള്ള ടൈം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് രാജ്യസഭ. രാജ്യസഭയുടെ മറ്റൊരു പേരാണെന്ത്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. രാജ്യസഭ ഈസ് ഓൾസോ കോൾഡ് ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭയുടെ മറ്റൊരു പേരാണെന്ത്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. രാജ്യസഭയുടെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് രാജ്യസഭയാണെന്ത്, പാർലമെന്റ് അപ്പർ ഹൗസ് എന്ന് പറയുന്നത്. രാജ്യസഭ ഇസ് ദി അപ്പർ ഹൗസ് ഓഫ് ദി പാർലമെന്റ്. ലോക്സഭ രാജ്യസഭയുടെ ലോവർ ഹൗസ് ആയിരുന്നു. ലോക്സഭ എന്ന് പറയുന്നത് പാർലമെന്റ് ലോവർ ഹൗസ് ആയിരുന്നു. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്, പാർലമെന്റ് അപ്പർ ഹൗസ് ആണ്. ലോക്സഭയുടെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. ഇതിൽ 238 മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യും. സ്റ്റേറ്റുകളിൽ നിന്നും UTസിൽ നിന്നും 238 മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യും. 12 മെമ്പേഴ്സിനെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലിറ്ററേച്ചർ, സയൻസ്, ആർട്ട്, സോഷ്യൽ സർവീസ്, ഈ 4 ഫീൽഡുകളിലും, ആർട്സ്, സയൻസ്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ്, ഈ 4 ഫീൽഡുകളിലും എക്സ്പേർട്ട് ആയിട്ടുള്ള 12 മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ 12 മെമ്പേഴ്സും സ്റ്റേറ്റുകളിൽ നിന്നും UTസിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന 238 മെമ്പേഴ്സും അടക്കം 250 ആണെന്ന് രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ കറന്റ്ലി രാജ്യസഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 245 മെമ്പേഴ്സ് ആണ്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യസഭാ സീറ്റ്സ് ഓരോ സ്റ്റേറ്റ്സിനും UTസിനും രാജ്യസഭാ സീറ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷന്റെ ബേസിസിലാണ്. ചില യൂണിയൻ ടെറിട്ടറീസിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ UTസിന് എന്തില്ല, രാജ്യസഭാ സീറ്റ്സ് ഇല്ല. ഇന്ത്യയിൽ രാജ്യസഭാ സീറ്റ്സ് ഉള്ളത് 3 യൂണിയൻ ടെറിട്ടറീസിന് മാത്രമാണ്. അതായത് ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ, ഈ 3 യൂണിയൻ ടെറിട്ടറീസിന് മാത്രമേ എന്തുള്ളൂ, രാജ്യസഭയിലേക്ക് റെപ്രസെന്റേഷൻ ഉള്ളൂ, അല്ലെങ്കിൽ രാജ്യസഭയിൽ മെമ്പേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ള യൂണിയൻ ടെറിട്ടറീസിന് എന്തില്ല, രാജ്യസഭയിലേക്ക് മെമ്പേഴ്സ് ഇല്ല, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഇല്ല. അതുകൊണ്ടാണ് ടോട്ടൽ സ്ട്രെങ്ത് 250 ആയിട്ട് പോലും രാജ്യസഭയിൽ വെറും 245 മെമ്പേഴ്സ് മാത്രം നിലവിൽ ഉള്ളത്. ബിക്കോസ് പല UTസിനും പല യൂണിയൻ ടെറിട്ടറീസിനും എന്തില്ല, പോപ്പുലേഷൻ, വേണ്ട പോപ്പുലേഷൻ ഇല്ല. രാജ്യസഭാ സീറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ചില യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് രാജ്യസഭാ സീറ്റ്സ് അലോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 245 മെമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ രാജ്യസഭയിലെ കറന്റ് സ്ട്രെങ്ത് നിലനിൽക്കുന്നത്. ഇനി രാജ്യസഭയുടെ ചില കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർമനന്റ് ബോഡിയാണ്. രാജ്യസഭ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല. ലോക്സഭയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യും, ലോക്സഭ ഡിസോൾവ് ചെയ്യും, ഫ്രഷ് ജനറൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യും, പുതിയ ലോക്സഭ എന്ത് ചെയ്യും, നിലവിൽ വരും. എന്നാൽ രാജ്യസഭയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർമനന്റ് ബോഡിയാണ്. അതായത് രാജ്യസഭ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഡിസോൾവ് ചെയ്യുന്നില്ല. രാജ്യസഭയിലെ 1/3 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ 2 വർഷം കൂടുമ്പോഴും റിട്ടയർ ആവുന്നുണ്ട്. രാജ്യസഭയിലെ 1/3 മെമ്പേഴ്സ്, 1/3 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ 2 വർഷം കൂടുമ്പോഴും റിട്ടയർ ആകുന്നുണ്ട്. ആൻഡ് രാജ്യസഭയിലേക്ക് ഒരാളെ ഇലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. 30 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, രാജ്യസഭയിലെ മെമ്പറായി മാറാൻ സാധിക്കൂ, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്യപ്പെടാനായിട്ട് സാധിക്കൂ. ഇനി രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിന്റെ ഇലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് 250 ആണെന്ന് പറഞ്ഞു. അതിൽ 238 മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. 12 മെമ്പേഴ്സിനെ ആണ് എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഈ ഇലക്ടഡ് മെമ്പേഴ്സ് വരുന്നത് സ്റ്റേറ്റുകളിൽ നിന്നും UTസിൽ നിന്നുമാണ്. സോ സ്റ്റേറ്റ്സിൽ നിന്നും UTസിൽ നിന്നും ഈ മെമ്പേഴ്സിനെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യുന്നത്. രാജ്യസഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ് രാജ്യസഭയിലേക്ക് വരുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ്. എന്താണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഇലക്ഷൻ, ലോക്സഭയിൽ നമ്മൾ ഡയറക്റ്റ് ഇലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഇലക്ഷൻ എന്തായിരുന്നു, നമ്മൾ ജനങ്ങൾ നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് ഇലക്ഷൻ. എന്നാൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ ഇലക്ട് ചെയ്ത അവരുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് ഒരാളെ ഇലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. രാജ്യസഭയിലേക്കുള്ളത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അതായത്
ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ MP കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ മെമ്പറിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 140 MLAs ഉണ്ട്. കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 140 MLAs ഉണ്ട്. ഈ MLAസിനെ ഇലക്ട് ചെയ്ത ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ ഇലക്ട് ചെയ്ത ഈ 140 MLAs ആണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അതായത് ജനങ്ങൾ ഇലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭാ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്. ആരാണ് രാജ്യസഭാ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ നിയമസഭയിലെ മെമ്പേഴ്സ് MLA-മാരാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭാ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്. ഇനി രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ അതല്ലെങ്കിൽ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും എന്ത്? രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറിനെ ചെയർമാൻ എന്നാണ് വിളിക്കുന്നത്. രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ അധ്യക്ഷനെ വിളിക്കുന്നത് ചെയർമാൻ എന്നാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കും രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി പാർലമെന്റിലുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് നോക്കാം. അതിൽ ഫേസ്റ്റ് വൺ ആണ് എന്ത്? ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ടേംസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാർലമെന്റ് സിറ്റിംഗിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള ടൈം പീരീഡ്, അതായത് ഫസ്റ്റ് അവർ. ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു ദിവസത്തെ ആ ഒരു മീറ്റിംഗിലെ ആദ്യത്തെ 1 മണിക്കൂർ 11 മണിക്കാണ് എന്ത് ചെയ്യുന്നത്? നോർമലി 11 AM to 12 PM 11 AM മുതൽ 12 PM വരെയുള്ള ആ ഒരു മണിക്കൂറിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാർലമെന്റിന്റെ ഒരു ദിവസത്തെ ആദ്യത്തെ മണിക്കൂർ. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സമ്മേളനം നടക്കുന്നത്. സോ ഒരു ദിവസം എന്ന് പറയുന്നത് പാർലമെന്റിലെ ഒരു ദിവസം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്. ആ 11 മണി മുതൽ 12 മണി വരെയുള്ള ആ ഒരു മണിക്കൂറിനാണ് എന്ത് ചെയ്യുന്നത്? 0 അവർ എന്ന് പറയുന്നത്. ഈ 0 അവറിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പാർലമെന്റിലെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? മിനിസ്റ്റേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു 0 അവറിലാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിലെ മെമ്പേഴ്സ് അതല്ലെങ്കിൽ MPs എന്ത് ചെയ്യുന്നത്? മിനിസ്റ്റേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആൻഡ് 0 അവറിൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും. 0 അവറിൽ എന്ത് ചെയ്യാൻ സാധിക്കും? 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ആണ് എന്ത്? സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? ഓറലി വാക്കാൽ തന്നെ മറുപടി പറയണം. ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുമ്പോൾ MPsന് പാർലമെന്റിലുള്ള മെമ്പേഴ്സിന് മിനിസ്റ്റേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള 1 മണിക്കൂർ, ഒരു ദിവസത്തെ ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അവറിൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ ആണ് എന്ത്? സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഈ ക്വസ്റ്റ്യന്റെ മുമ്പിലായിട്ട് എന്ത് കാണും? ഒരു സ്റ്റാർ മാർക്ക് കാണും. ഒരു സ്റ്റാർ മാർക്ക് കാണും. ഇതാണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ മന്ത്രി എന്ത് ചെയ്യണം? വാക്കാൽ തന്നെ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ത്? അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ മിനിസ്റ്റർ വാക്കാൽ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. മിനിസ്റ്ററിന് എന്ത് ചെയ്യാൻ സാധിക്കും? റിട്ടേൺ ആയിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കും. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ മിനിസ്റ്റർ എന്ത് ചെയ്യണം? ഓറലായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കണം, അതായത് വാക്കാൽ തന്നെ മറുപടി കൊടുക്കണം. എന്നാൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ മന്ത്രി എന്ത് ചെയ്താൽ മതി? റിട്ടേൺ ആയിട്ട് റിപ്ലൈ കൊടുത്താൽ, അതായത് അദ്ദേഹത്തിന്റെ മറുപടി എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലും അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലും അതാത് മിനിസ്റ്റേഴ്സിന്, ഏത് മിനിസ്റ്ററിനോടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ മിനിസ്റ്ററിന് എന്ത് ചെയ്യണം? 15 ദിവസം മുന്നേ നോട്ടീസ് കൊടുക്കണം. 15 days നോട്ടീസ് പീരീഡ് ആണ് ഈ ഒരു സ്റ്റാർഡ് ക്വസ്റ്റ്യനും അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനും ഉള്ളത്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലും അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലും ഏത് മിനിസ്റ്ററിനോടാണോ ചോദിക്കുന്നത് ആ മിനിസ്റ്ററിന് എന്ത് ചെയ്യണം? ഒരു 15 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ആ 15 ദിവസത്തെ നോട്ടീസിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടി എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ മിനിസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു മെമ്പറിന് കൊടുക്കാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ ഈ 0 അവറിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണെന്ത്?
സോറി 0 അവറിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. 0 അവറിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 10 ദിവസത്തിൽ താഴെ നോട്ടീസ് പീരീഡിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധിക്കും. ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യന്റെ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് 10 ദിവസമാണ്. അതായത് 10 ദിവസത്തിൽ താഴെയുള്ള നോട്ടീസ്, അതായത് വളരെ കുറച്ച് ദിവസം മുന്നേ മാത്രം മിനിസ്റ്റേഴ്സിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും. അടുത്തതാണെന്ത്, 0 അവർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് 0 അവർ. 0 അവർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അവർ അവസാനിച്ച് ആ ഒരു ദിവസത്തെ അജണ്ട എടുക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം ഡ്യൂറേഷൻ, ആ ഒരു ടൈം ഡ്യൂറേഷനെ വിളിക്കുന്ന പേരാണെന്ത്, 0 അവർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അവർ ആദ്യത്തെ 11 മണി മുതൽ 12 മണി വരെയുള്ള ആദ്യത്തെ 1 മണിക്കൂറാണ് ക്വസ്റ്റ്യൻ അവർ. ആ ക്വസ്റ്റ്യൻ അവർ അവസാനിച്ച് അന്നത്തെ ദിവസത്തെ അജണ്ട എടുക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം ഡ്യൂറേഷനെ വിളിക്കുന്ന പേരാണെന്ത്, 0 അവർ എന്ന് പറയുന്നത്. നോർമലി ഈ ഒരു 0 അവർ എന്ന് പറയുന്നത് എന്താണ്, 30 മിനിറ്റ് ആയിരിക്കും നീണ്ടു നിൽക്കുന്നത്. അതായത് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 12:30 വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു 0 അവറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 0 അവറിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നോട്ടീസ് ഒന്നും കൂടാതെ തന്നെ മെമ്പേഴ്സിന് മിനിസ്റ്റേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും. ആൻഡ് മിനിസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് 0 അവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹാഫ് ആൻ അവർ ഡിസ്കഷൻ. എന്താണ് ഈ ഹാഫ് ആൻ അവർ ഡിസ്കഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഹാഫ് ആൻ അവർ ഡിസ്കഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം പാർലമെന്റിൽ യൂസ് ചെയ്യുന്ന ഓരോരോ ടൂൾസ് ആണ്. എന്തെങ്കിലും അർജന്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പബ്ലിക് മാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റർ ഹൗസിൽ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഹാഫ് ആൻ അവർ ഡിസ്കഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഹാഫ് ആൻ അവർ ഡിസ്കഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 30 മിനിറ്റ്സ് ആയിരിക്കും. 30 മിനിറ്റ് എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള പബ്ലിക് മാറ്റേഴ്സ് എന്ത് ചെയ്യാൻ സാധിക്കും, ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടൂളാണെന്ത്, ഈ ഒരു ഹാഫ് ആൻ അവർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പാർലമെന്റ് സെഷൻസ്. ഇന്ത്യൻ പാർലമെന്റിന് മെയിൻലി 3 സെഷൻസ് ആണുള്ളത്. ഇന്ത്യയിലെ പാർലമെന്റ് 3 തവണ എന്ത് ചെയ്യാറുണ്ട്, സമ്മേളിക്കാറുണ്ട്. അതായത് 3 സമ്മേളനങ്ങളാണ് ഒരു വർഷത്തിൽ ഇന്ത്യൻ പാർലമെന്റിനുള്ളത്. ഏതൊക്കെയാണ് ആ സെഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് സെഷൻ ഉണ്ട്. ബഡ്ജറ്റ് സെഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് മെയ് വരെയുള്ള സെഷനെയാണ് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് സെഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതായിരിക്കും എന്ത്, ഏറ്റവും ദീർഘം കൂടിയ പാർലമെന്റ് സെഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെഷനാണ് മൺസൂൺ സെഷൻ എന്ന് പറയുന്നത്. മൺസൂൺ സെഷൻ എന്ന് പറയുമ്പോൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു സെപ്റ്റംബർ വരെയുള്ള ഡ്യൂറേഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മൺസൂൺ സെഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനി വിന്റർ സെഷൻ എന്ന് പറയുമ്പോൾ നവംബർ ഡിസംബർ ടൈമിലായിരിക്കും എന്ത്, ഈ ഒരു വിന്റർ സെഷൻ എന്ന് പറയുന്നത്. ഇതാണ് പാർലമെന്റിന്റെ 3 സെഷൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിന് ജനറലി 3 സെഷൻസ് ആണുള്ളത്. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ. ബഡ്ജറ്റ് സെഷൻ ആണ് ഒരു വർഷത്തെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് മെയ് വരെ ആയിരിക്കും നീണ്ടു നിൽക്കുന്നത്. രണ്ടാമത്തെ സെഷനാണ് മൺസൂൺ സെഷൻ എന്ന് പറയുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള ടൈം പീരീഡ് ആയിരിക്കും മൺസൂൺ സെഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെഷൻ ആണ് എന്ത്, വിന്റർ സെഷൻ എന്ന് പറയുന്നത്. നവംബർ ടു ഡിസംബർ ടൈം പീരീഡ് ആയിരിക്കും എന്ത്, വിന്റർ സെഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഈ 3 സെഷൻസും വിളിച്ചു കൂട്ടുന്ന ആരാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. പാർലമെന്റ് വിളിച്ചു കൂട്ടാനുള്ള പവർ പ്രസിഡന്റിന് മാത്രമാണുള്ളത്. ആൻഡ് ഈ 2 സെഷൻസിന്റെ ഇടയിൽ ഇപ്പൊ പാർലമെന്റിന് 3 സെഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 സെഷൻസിൽ 2 സെഷൻസിന്റെ ഇടയിലുള്ള മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 മാസത്തിൽ കൂടാൻ പാടില്ല. അതായത് പാർലമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസത്തിൽ കൂടുതൽ മീറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല. പാർലമെന്റ് 2 സെഷൻസ് തമ്മിലുള്ള മാക്സിമം ഡ്യൂറേഷൻ അല്ലെങ്കിൽ മാക്സിമം ഇന്റർവെൽ എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 6 മാസം മാത്രമായിരിക്കണം. അതായത് ബഡ്ജറ്റ് സെഷൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ മൺസൂൺ സെഷൻ കണ്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് മൺസൂൺ സെഷൻ കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സ് അടുത്ത 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, വിന്റർ സെഷൻ കണ്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. പാർലമെന്റ് 2 സെഷൻസ് തമ്മിലുള്ള മാക്സിമം ഇന്റർവെൽ എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, പാർലമെന്റ് മീറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ത്, റൂൾ എന്ന് പറയുന്നത്. ആൻഡ് പാർലമെന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ പാർലമെന്റ് അതായത് ഒരു ഹൗസിൽ
എന്തെങ്കിലും മീറ്റിംഗ് നടക്കണം അല്ലെങ്കിൽ ഒരു ഹൗസിന്റെ നടപടികൾ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹൗസിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആയിരിക്കണം. ആ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്വോറം. എത്രയാണ് ക്വോറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 10% ആണെന്ത് ക്വോറം എന്ന് പറയുന്നത്. ഇപ്പൊ ലോക്സഭയ്ക്ക് മീറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് ആയിട്ടുള്ള 543യുടെ 10% മെമ്പേഴ്സ് എങ്കിലും എന്തായിരിക്കണം പ്രസന്റ് ആയിരിക്കണം. അതായത് 55 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ ലോക്സഭയ്ക്ക് മീറ്റ് ചെയ്യാനും ഒരു കാര്യം ചർച്ചയ്ക്കെടുക്കാനും സാധിക്കുള്ളൂ. ആൻഡ് രാജ്യസഭയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 245 ആണ്. ഈ 245ന്റെ 10% അതായത് 25 മെമ്പേഴ്സ് എങ്കിലും മിനിമം രാജ്യസഭയിൽ പ്രസന്റ് ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ രാജ്യസഭയ്ക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഒരു ഹൗസിന് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് മിനിമം വേണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതിനെയാണ് ക്വോറം എന്ന് വിളിക്കുന്നത്. എത്രയാണ് ക്വോറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പ് എത്രയാണോ അതിന്റെ 10% ആണ് ക്വോറം. രാജ്യസഭയുടെ കേസിലാണെങ്കിൽ 543ന്റെ 10%, അതായത് ഏതാണ്ട് 55 മെമ്പേഴ്സ് മിനിമം ഉണ്ടെങ്കിലേ മീറ്റ് ചെയ്യാൻ സാധിക്കൂ. രാജ്യസഭയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 245 ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിന്റെ 10%, അതായത് ഏതാണ്ട് 25 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ രാജ്യസഭയ്ക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് എന്ത് ക്വോറം എന്ന് പറയുന്നത്. രണ്ട് ഹൗസസിന്റെയും ക്വോറം എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രീവിയസ് ഇയേഴ്സിൽ SSC MDS എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു റിവിഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ കോഴ്സസിനകത്ത് അവൈലബിൾ ആണ്. കോഴ്സസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്. ബട്ട് സിൻസ് ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പോർഷൻസും എടുത്തു പോകാനുള്ള ടൈം ഇല്ല. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് എന്ന് പറയുന്നത്. വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്